മുപ്പത്തിമുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരംകടവിൽ കർക്കിടക വാവുബലി ഭക്തിസാന്ദ്രമായി. ഐതിഹ്യപ്പെരുമയിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. പൂർവിക സ്മരണയിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആറാട്ടുപുഴ മന്ദാരംകടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ നടന്നു. ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മന്ദാരംകടവിലേക്ക് ഒഴുകിയെത്തിയത്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി ദിനത്തിലാണ് കർക്കിടക വാവുബലി ആചരിക്കുന്നത്. സൂര്യൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ അന്തരിച്ച പിതൃക്കളുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും ഈ ദിനത്തിൽ തർപ്പണം നടത്തിയാൽ അവർക്ക് നിത്യശാന്തി ലഭിക്കുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസവും ഐതിഹ്യവും. ശ്രീരാമചന്ദ്രൻ പിതാവായ ദശരഥന്റെ വേർപാടിൽ ദുഃഖിതനായി ബലിതർപ്പണം നടത്തിയതും രാമായണ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹസ്രക്കണക്കിന് വീരന്മാർക്ക് വേണ്ടി കർണനും പാണ്ഡവരും പിതൃതർപ്പണം നടത്തിയത് ഈ പുണ്യദിനത്തിലാണ് എന്നാണ് പുരാണ ഐതിഹ്യം. വേദമന്ത്രോച്ചരണങ്ങളാൽ മുഖരിതമായ മന്ദാരംകടവിൽ പ്രമുഖ കാർമ്മികരായ സന്തോഷ് ഇളയത്ത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് പിതൃതർപ്പണം തേടി ഇവിടേക്ക് എത്തിയത്. ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ ബലിതർപ്പണം നടത്തുന്നതിനായി സംഘാടകർ വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. കടവിലെ ആൽമര ചോട്ടിൽ ഗണപതി ഹോമവും കുളവറയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സേവനവും സുരക്ഷയ്ക്കായി കടവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്ലാസ്റ്റിക് രഹിതമായി ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും കൂടാതെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സമാധാനപരമായി പൂർത്തിയായി. പിതൃതർപ്പണം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ലഘുഭക്ഷണവും സംഘാടകർ ഒരുക്കിയിരുന്നു.